ഈ ഹാപ്പി എൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, എന്താ ഉദ്ദേശിക്കുന്നത്? മാസ്റ്റർബേറ്റ് ചെയ്ത് കൊടുക്കലാണോ? നീ ഹാപ്പി എൻഡിങ് ചെയ്താ അത് രഹസ്യാത്മകമായ വിവരമല്ലേ? മാസ്റ്റർബേറ്റ് ചെയ്ത് കൊടുക്കലാണോ? അങ്ങനെയൊക്കെ തന്നെ. നിങ്ങളെ പോലെ അവിവാഹിതയും സുന്ദരിയുമായ ഒരു സ്ത്രീ എന്നെ പോലുള്ള ഒരു ചെറുപ്പക്കാരിൽ നിന്ന് അത് ആഗ്രഹിച്ചതുകൊണ്ട് മാനമൊന്നും ഇടിയാൻ പോകുന്നില്ല. മറ്റുള്ളവരുടെ മാസ്റ്റർബേറ്റ് ചെയ്ത് കൊടുക്കുന്ന തെറ്റ്, അതും തെറ്റാവുന്നേ. നീ എന്റെ പഴം ചവിട്ടി പിതുക്കരുത്. മാസ്റ്റർബേറ്റ് ചെയ്ത് കൊടുക്കുന്ന തെറ്റ്, അതും തെറ്റാവുന്നേ. തെറ്റാണോ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. എൻ്റെ അറിവിൽ അത് തെറ്റാണ്. അതായത് പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് താങ്കൾ മറ്റുള്ളവരുടെ ലിംഗത്തിൽ പിടിച്ച് അത് ഷെയ്ക്ക് ചെയ്ത് മാസ്റ്റർബേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് കൊടുക്കുമ്പോൾ അങ്ങനെ എല്ലാരും പിടിക്കുന്നില്ലല്ലോ, ഒരാളെ മാത്രമേ പിടിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് മാത്രമല്ലേ പിടിക്കുള്ളൂ. എനിക്ക് സ്നേഹം തോന്നുന്നവരോട് ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യം കാണിക്കും. അതിൽ ആർക്കാ ഇത്ര കേടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് മാത്രമല്ലേ പിടിക്കുള്ളൂ. അപ്പൊ അത് പല ആൾക്കാരായില്ലേ, പല പുരുഷന്മാരായില്ലേ. ഈ അട്ടയില് കൊണ്ടിട്ടിട്ട് താങ്കൾ സെക്സ് വർക്ക് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് ഇഷ്ടമാണ്. മുമ്പ് മുംബൈയില് ബാർ ഡാൻസർ ആയിരുന്നു, ഇപ്പോ റെന്റെ വൈഫായിട്ട് ജോലി ചെയ്യുന്നു. റെന്റെ കാറെന്നൊക്കെ കേട്ടിട്ടുണ്ട്, റെന്റെ വൈഫ് കൊള്ളാം, നല്ല ബെസ്റ്റ് ബിസിനസ്. നമുക്ക് ഇഷ്ടമാണ്. അല്ല, അപ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ കൊണ്ടിട്ടു പീഡനായിരുന്നോ അതോ? ഇല്ല ഇല്ല. അല്ലല്ല, അവക്ക് നാണം കൊണ്ട് വാക്കിട്ടില്ല, അത്ര താങ്കൾ ഇഷ്ടത്തോടെയാണോ ചെയ്തപ്പോ? അല്ല, നീ ഇന്നൊന്നും അല്ല ഇന്ന് ചോദിക്കില്ലേ. മതി മതി, ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, ഒന്ന് കുഞ്ഞു. ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോ മാറിടം കാണിക്കാത്ത ഒരു, ബ്രസ്റ്റ് കാണിക്കാത്ത ഒരു വീഡിയോ പോലും ഇല്ല. കണ്ടിട്ട് കിടന്ന് ഉറങ്ങിക്കളയരുത്. അത് ക്ലീവേജ് വളരെ വ്യക്തമായിട്ട് കാണിച്ച എക്സ്പോസ് ആയിട്ടുള്ള വീഡിയോസ് ആണ് കൂടുതലും കാണിക്കുന്നത്. സംഗതി മൊത്തമായി കണ്ടാലേ കാര്യം നടക്കൂ. എന്നോടല്ലേ പറഞ്ഞത്? കണ്ണുള്ള ആളാണ്, മാറിടം കുറിച്ചുള്ള ആളാണ്. അപ്പൊ എന്തായാലും ഇറക്കി തേക്കണെങ്കിൽ കുറച്ചങ്ങോട്ട് കയറ്റി തയ്ച്ചു കഴിഞ്ഞാൽ കാണാണ്ടിരിക്കും. ഇടാറില്ല. പണத்துக்கு டைட் வரும்போது பிளவுஸ் லூசா தாகணும், அல்லாம டைட்டா ஆகக்கூடாது. കേട്ടിട്ടും കാര്യമില്ലാത്തതുകൊണ്ട് കാണിക്കുക എന്നുള്ളതാണ്. എന്തായാലും കാണുന്നത് കണ്ടോട്ടെ. പറയണൂര് പറയട്ടെ, എനിക്ക് ഒരു പേടിയില്ല. 18+ കണ്ടന്റ് കാണിച്ചാൽ അപ്പൊ ബാൻ അടിക്കും. അപ്പൊ പിന്നെ എന്തിനാ അത് കാണിക്കുന്നത്? അല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ആൾക്കാരെ ഹരം കൊള്ളിക്കണമല്ലോ. നിങ്ങൾ ഹരം കൊള്ളിക്കല്ലേ? അല്ല, അതിപ്പോ ഈ ആൾക്കാരെ ഹരം കൊള്ളിക്കലാണോ താങ്കൾ ഉദ്ദേശം? എനിക്ക് ഹരം കൊള്ളിക്കാൻ, എനിക്ക് 10 കസ്റ്റമർ ബിസിനസ് കയറ്റാന്നാണ് എന്റെ ലക്ഷ്യം. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എങ്ങനെ ഈ ഹരം കൊള്ളിച്ചിട്ട് ബിസിനസ് കയറ്റാൻ പറ്റുന്നത്, അതൊന്നും പറഞ്ഞുതരും. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഓരോന്നൊന്നും ചോദിക്കും, അതുണ്ടായി കാലി ഉണ്ടായില്ലേ, ഇന്ന് ചേച്ചി എത്ര കസ്റ്റമർ എടുത്തു, ഓരോന്നും ചോദിച്ചിങ്ങനെ രാഗിക്കൊണ്ടിരിക്കും. എങ്ങനെ രാഗാതിരിക്കും? നിന്റെ കിളിനാദം കേട്ടാൽ മീശം മുളച്ച ഏതെങ്കിലും ഒരുത്തൻ ഫോൺ താഴെ വെക്കുവോ? അപ്പൊ പിന്നെ ചേച്ചി അവിടെ എന്താ ചീർത്തിരിക്കുന്നത്, ഇവിടെ എന്താ ചീർത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ പോയി അതിലേക്ക് പോവാണ് ലാസ്റ്റ്. ഈ മാസം എല്ലാ ദിവസവും കളിയുള്ളതാ. ഡെയിലി കളിയുണ്ടെന്ന് കരുതി ഐറ്റംസ് ഒന്നും കുറക്കില്ല.